കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യുന്ന, ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് തളിപ്പറമ്പ്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലം. എന്ത് സംഭവിക്കപ്പെടുന്ന മണ്ഡലത്തിൽ 71.3. പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോഴും ഗോവിന്ദ മാഷ് നിരാശപ്പെടുത്തിയില്ല. അതെ, 67ാം റാങ്കും. 67ാം റാങ്ക്. വളരെ കരുത്തുറ്റ നേതാവായി നിൽക്കുമ്പോഴും കരുത്തൻ പ്രകടനമായി കരുത്തൻ MLA ആയി കൂടി നിൽക്കുന്നു. എം വി ഗോവിന്ദൻ ഇനി മത്സരിക്കുന്നില്ല, പകരം ഭാര്യ ശ്യാമള മത്സരിക്കാനിരിക്കുന്നു. 22,689 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഗോവിന്ദ മാഷ് ജയിച്ചു വരുന്നത്. 67ാമത്തെ റാങ്കാണ്. ഡീസന്റ് റാങ്ക്, നീറ്റ് റാങ്ക്, ക്ലിയർ റാങ്ക്. ഇത്രയും വലിയ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിലാണ് ഒരുപക്ഷെ അടിയൊഴുക്കുകൾ മാറും ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആശങ്ക പാർട്ടിക്കുണ്ടായത്. വലിയ നിര നേതാക്കളെ കളത്തിലിറക്കി അതിനെ അതിജീവിക്കാനാണ് തീരുമാനം. ഗോവിന്ദ മാഷ് മന്ത്രിയായിരുന്ന സമയത്ത്, തദ്ദേശ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് അതിദാരിദ്ര്യ വിമുക്തമാകണം എന്നുള്ള ആ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. ഗോവിന്ദ മാഷ് തളിപ്പറമ്പിൽ ഒരു ഫെസ്റ്റ് നടത്തുന്നത്. അതിന്റെ പേരെന്താണെന്നറിയാമോ? ഹാപ്പിനെസ് ഫെസ്റ്റ്. ആനന്ദോത്സവം എന്നാണ് അതിന് പേരിടുന്നത്. വലിയ ജനകീയ കൂട്ടായ്മയാണ് നടത്തുന്നത്. ഗോവിന്ദ മാഷിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഒരുപക്ഷത്തെ ഇക്കുറി അദ്ദേഹം മത്സരിക്കാത്തത് കൊണ്ട് തന്നെ ഒരു ഇടവേളയ്ക്ക് പോവുകയാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോഴും മികച്ച പെർഫോമൻസ് എന്ന് നമുക്ക് പറയാം. ഉന്നതരായ നേതാക്കളുടെ ഒരു ശ്രേണി പരിശോധിക്കും. ഗോവിന്ദൻ മാഷും അതേപോലെ തന്നെ VD സതീശൻ അടങ്ങുന്ന, സണ്ണി ജോസഫ് അടങ്ങുന്ന ഉന്നത നേതാക്കളുടെ ഒരു ശ്രേണി പരിശോധിക്കുമ്പോൾ താരതമ്യം അല്പം പുറകിലാണ് ഗോവിന്ദ മാഷ് എന്ന് വിലയിരുത്തുന്നത്. അത് KPCC അധ്യക്ഷനുമായി പരിഗണിക്കുമ്പോഴും കുറച്ച് പിന്നിലാണ്. പക്ഷേ 5 വർഷം പാർട്ടിയുടെ ചുമതലയുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം MLA ആവുക, മന്ത്രിയാവുക, 3 ചുമതലകളും ഉണ്ടായിരുന്നു എന്നുള്ളത്. റാങ്ക് ഷെയർ ചെയ്യപ്പെടുന്നു EK വിജയനുമായി. EK വിജയനുമായിട്ട് റാങ്ക് ഷെയർ ചെയ്യുന്നു 71.3. ഇനി നമ്മൾ വള്ളിക്കുന്നിലേക്കാണ് പോകുന്നത്. വള്ളിക്കുന്നിലെ P. അബ്ദുൽ ഹമീദ്, മുസ്ലിം ലീഗിലെ P. അബ്ദുൽ ഹമീദ് 39.6. 39.6. വള്ളിക്കുന്നും പറയുന്ന പോലെ 107ാം റാങ്കാണ്. വള്ളിക്കുന്നും പറയുന്ന പോലെ ലീഗിന്റെ ഉറച്ച സ്ഥലമാണ്, കോട്ടയാണ്. ലീഗിന്റെ ഉറച്ച സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വിജയിച്ചു വരുന്ന MLA മാരുടെ മോശം പെർഫോമൻസിന്റെ ഇൻഡെക്സിൽ P. അബ്ദുൽ ഹമീദ് കൂടി. വള്ളിക്കുന്ന് 14,116 വോട്ടിൽ. INL പരസ്പരം മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ്. അത് ലീഗ് രാഷ്ട്രീയം മാത്രം അവിടെ പ്രവർത്തിക്കുന്ന ഒരു ലീഗിന്റെ കംഫർട്ട് സോൺ. ആ കംഫർട്ട് സോണിൽ വീണ്ടും പതിവ് പോലെ അത്ര മെച്ചമല്ലാത്ത പ്രകടനം. ആലത്തൂർ KD പ്രസേനൻ ഇക്കുറി മത്സരിക്കുന്നില്ല അല്ലേ? ആലത്തൂരിൽ KD പ്രസേനൻ ഇക്കുറി മത്സരിക്കുന്നില്ല. ആലത്തൂരിൽ നല്ല പ്രകടനം. 73.7 മാർക്ക്. റാങ്ക് വരട്ടെ. അത് MLA മാരുടെ പെർഫോമൻസ് ചില മണ്ഡലങ്ങളിലൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസും ഓൺ ആൻ ആവറേജ് എബോ ആവറേജ് പെർഫോമൻസും ഉണ്ട് രണ്ട് ഭാഗത്തും. KD പ്രസേനൻ 52ാമത്തെ റാങ്കാണ് ആലത്തൂരിൽ. വളരെ ജനകീയനാണെന്ന് മാത്രമല്ല, വളരെ പൊളിറ്റിക്കലി ഒരു വിവാദത്തിനും നിൽക്കാതിരിക്കുകയും അതേസമയം മണ്ഡലത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത MLA. ഇടത് അടിത്തറയുള്ള മണ്ഡലമാണ്. അവിടെ സ്വാഭാവികമായും അദ്ദേഹത്തിന് വലിയ തോതിലുള്ള സംഘടനാ ശേഷിയുണ്ട്. അത് പ്രതിഫലിക്കുന്ന ഒരു മാർക്കും റാങ്കും നമുക്ക് കാണാം. പാലക്കാട്ടെ കാർഷിക ഗ്രാമങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം. കർഷകരുടെ ഒരു പെർഫോമൻസിലൂടെയാണ് അദ്ദേഹം അവിടെ ഒരു ജനകീയ. മാത്രമല്ല അവിടുത്തെ ഒരു കൂട്ടായ്മ. ഞാൻ അവിടുത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലേക്ക് പ്രവർത്തനങ്ങൾ നോക്കിയിട്ടുണ്ട്. വളരെ മുന്നിട്ട് നിന്ന് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ജനകീയമായിട്ടുള്ള എല്ലാ പരിപാടികളിലും പ്രസേനൻ മുൻപിലുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ലീഡർഷിപ്പിന്റെയോ ടെലിവിഷൻ ചർച്ചയുടെ മുന്നിലൊന്നും നിങ്ങൾക്ക് KD പ്രസേനെ കാണാൻ കഴിയില്ല. കുന്നമംഗലത്തേക്ക് PT റഹീം, ഇടത് സ്വതന്ത്രൻ. അതെ, ഇടത് സ്വതന്ത്രൻ 75. ഇത് ഞെട്ടിച്ചു. PT റഹീം ഇനി ഉണ്ടാകുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. PT റഹീം തന്നെയാണ്. 44 റാങ്ക് എന്ന് പറഞ്ഞ ഒരു ആർമി PT റഹീമിനോടൊപ്പം ഉണ്ട്. എന്തിനും പോകുന്ന ഒരു ആർമി PT റഹീമിനോടൊപ്പം ഉണ്ട്. 10,276 ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണയെങ്കിൽ ഇക്കുറി 75 മാർക്ക് വാങ്ങിയിരിക്കുന്നു. 44ാം റാങ്ക്. മോശമല്ലാത്ത റാങ്കാണ്.